ഏവർക്കും ഗുരുപദം ടി വിയിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതണമെന്ന ആവശ്യവുമായി ഗുരുവിനെ സമീപിച്ച ശിഷ്യരോടായി മഹാഗുരു ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മളുടെ ജീവചരിത്രം എഴുതിയാൽ ഇനിയുള്ള തലമുറ വിശ്വസിക്കുമോ എന്ന്. അതെ, ഗുരുവിനെ അടിയുറച്ച് വിശ്വസിച്ച, ഗുരുവിൻ്റെ വിശ്വാസത്തിൻ്റെ പാത്രീഭൂതനായ വാടാനപ്പള്ളിയിൽ വയക്കാട്ടിൽ ശങ്കരൻ, അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ ജീവിതവും അദ്ദേഹത്തിനുണ്ടായ ഗുരുവിൽ നിന്നുണ്ടായ അനുഗ്രഹവും ഒക്കെയാണ് ഇന്നത്തെ ഗുരുമാർഗ പ്രണയതാരത്തിലൂടെ നാം പരിചയപ്പെടുന്നത്. വയക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനവും അതിൻ്റെ ചരിത്രവും ഒക്കെ ഇന്ന് നമുക്ക് ഗുരുമാർഗ പ്രണയതാരത്തിലൂടെ കാണാം. എല്ലാവർക്കും ഈ ദൃശ്യ സമാഹാരത്തിലേക്ക് സ്വാഗതം. ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ. എന്നാത്മനായകനെ ശ്രീനാരായണ ഗുരുദേവാ, എൻ ജീവഗായകനെ ശ്രീനാരായണ ഗുരുദേവാ, എന്നാത്മനായകനെ ശ്രീനാരായണ ഗുരുദേവാ, എൻ ജീവഗായകനെ ശ്രീനാരായണ ഗുരുദേവാ, എന്നാത്മനായകനെ എൻ ജീവഗായകനെ എൻ ജന്മദായകനെ ശ്രീനാരായണ ഗുരുദേവാ. സ്വാമി നിൻ പാദകമലം മാനസ ശ്രീലകം വാഴുന്നു, സ്വാമി നിൻ പാദകമലം മാനസ ശ്രീലകം വാഴുന്നു. എന്നാത്മനായകനെ ശ്രീനാരായണ ഗുരുദേവാ, എൻ ജീവഗായകനെ ശ്രീനാരായണ ഗുരുദേവാ. ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ. ആനന്ദ ചിന്മയനെ അടിമലരുകൾ കുമ്പിടുന്നേൻ, ആശ്രയമായവനെ അടിമലരുകൾ കുമ്പിടുന്നേൻ. ആനന്ദ ചിന്മയനെ അടിമലരുകൾ കുമ്പിടുന്നേൻ, ആശ്രയമായവനെ അടിമലരുകൾ കുമ്പിടുന്നേൻ. ആനന്ദ ചിന്മയനെ ആലംബമായവനെ അത്ഭുത പുരുഷനെ അടിമലരുകൾ കുമ്പിടുന്നേൻ. അഖിലാണ്ട നായകനെ ശ്രീനാരായണ ഗുരുദേവാ, അഖിലാണ്ട നായകനെ ശ്രീനാരായണ ഗുരുദേവാ, എന്നാത്മനായകനെ ശ്രീനാരായണ ഗുരുദേവാ, എൻ ജീവഗായകനെ ശ്രീനാരായണ ഗുരുദേവാ. ശ്രീനാരായണ ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഗുരുമാർഗ പ്രണയതാരത്തിലോട്ട് ഹൃദയനിർഭരമായ സുസ്വാഗതം ഒരിക്കൽ കൂടി നേരുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ജീവചരിത്രമാകെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അതിലെല്ലാം ഇപ്പോൾ അരുവിപ്പുറം കാലം മുതൽ നോക്കും, നാഗമ്പടം ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവിനോട് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി ചോദിക്കുന്ന വല്ലഭശ്ശേരിയോടും മാലയിൽ കിട്ടൻ റൈറ്ററിനോടും ഉൾപ്പെടെ മഹാഗുരുവിൻ്റെ ചോദ്യമുണ്ട്: നമ്മെ വിശ്വാസമുണ്ടോ? നാം അനുവദിച്ചാൽ തീർത്ഥാടനമാകുമെന്ന്, ശിവഗിരി തീർത്ഥാടന കേന്ദ്രമാകുമെന്ന് വിശ്വാസമുണ്ടോ? ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു ചോദ്യമാണ്, വിശ്വാസമുണ്ടോ? ഇന്നും ഈ ചോദ്യം പ്രസക്തമാണ്. നാം എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ നമ്മുടെ ഉപാസന ദേവതയായി എത്രമാത്രം ആരാധിക്കുന്നുണ്ട്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും എൻ്റെ ഗുരുദേവ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പറയുവാൻ കറതീർന്ന മനസ്സ് നമ്മിൽ എത്ര പേർക്കുണ്ട് എന്നത് ഇന്നും പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ഒരു പ്രധാന ഉത്തരമാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉത്തരമായിട്ടുള്ള ഒരു പുണ്യഭൂമിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നാം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി എന്ന ഒരു ദേശത്താണ്. വാടാനപ്പള്ളി ഒരു സമുദ്രത്തിൻ്റെ തീരത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ വിശേഷപ്പെട്ടൊരു ഗ്രഹം കാണുവാൻ പോവുകയാണ്. ഈ ഗ്രഹത്തിലോട്ട് പോകുന്നതിന് മുൻപ്, ഇവിടുത്തെ ചരിത്രം നിങ്ങളെ അറിയിക്കുന്നതിന് മുൻപ് നോക്കൂ, സാമുദ്രപാദങ്ങൾ പറഞ്ഞൊരു സെൻറ്റൻസ്, ഒരു വചനം ചിന്തിച്ചിട്ട് നമുക്ക് ആ ചരിത്രം കാണാം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ തൃപ്പാദങ്ങൾ ഇപ്പോൾ പറഞ്ഞ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയുവാൻ പോകുന്ന ഈ വചനത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം മഹാഗുരു ഒരിക്കൽ ശാരദാമഠത്തിൻ്റെ മുൻപിലായി വിലാസം ചെയ്യുന്ന അവസരത്തിൽ തൃപ്പാദങ്ങളെ കാണുവാൻ നടരാജഗുരു, അന്ന് തമ്പി എന്നാണ് പേര്, ടി.കെ. മാധവനും കൂടെ ഉണ്ടായിരുന്നു എന്നും ചില വാദങ്ങളുണ്ട്, ഗുരുവിനെ സമീപിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, തൃപ്പാദങ്ങളുടെ ഒരു ജീവചരിത്ര ഗ്രന്ഥം എഴുതിയാൽ കൊള്ളാം.
സ്വാമിയുടെ ഒരു ബയോഗ്രഫി, തൃപ്പാദങ്ങളൊരു ജീവചരിത്ര ഗ്രന്ഥം എഴുതുവാൻ പെർമിഷനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സ്വാമി ആദ്യം ഒന്നും മിണ്ടുന്നില്ലെന്നുള്ളതാണ്, ഒരു പുഞ്ചിരി മാത്രമാണ്. ഇപ്പോൾ സ്വാമിയുടെ സമഗ്രമായ വരും തലമുറയ്ക്ക് പഠിക്കുവാൻ ഭഗവാന്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം ഞങ്ങൾ ചരിത്രമായി എഴുതട്ടെ, എല്ലാ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടെന്ന് പറയുമ്പോൾ തൃപ്പാദങ്ങൾ ചിരിച്ചുകൊണ്ടൊരു മറുപടിയുണ്ട്. നമ്മുടെ ജീവചരിത്രം എഴുതിയാൽ ആളുകൾ വിശ്വസിക്കുമോ? ഇനി അവിശ്വാസികളുടെ കാലമാണ് വരുവാൻ പോകുന്നത്. ഈ 2 സെൻറ്റൻസ് ഭഗവാൻ ഈ കാലത്തിന് തൃപ്പാദങ്ങൾ മുന്നോട്ട് വച്ച വലിയൊരു ചോദ്യമാണ്. ഇന്നും ഈ 2025 ഈ തലമുറയ്ക്ക് മുൻപിലുള്ള ചോദ്യമാണ്. നമ്മുടെ ജീവചരിത്രം എഴുതിയാൽ ആളുകൾ വിശ്വസിക്കുമോ? മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരു യുഗപുരുഷൻ നമ്മുടെ ജീവിതകഥ എഴുതിയാൽ ഇതൊക്കെ മനുഷ്യർക്ക് വിശ്വസിക്കാനാകുമോ എന്ന് ആരും ചോദിച്ചിട്ടേ ഇല്ല. അത് ചോദിച്ച ഒരേ ഒരു അവതാരമൂർത്തി ശ്രീനാരായണ പരമഹംസ മഹാഗുരു മാത്രമാണ്. കാരണം ആ അവതാര ലീലകളിൽ സാധാരണ മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത അനവധി അത്ഭുതങ്ങൾ കടന്നു വരുന്നു എന്നത് നോക്കൂ. അവരുടെ സാധാരണ ബുദ്ധിക്ക് വിശ്വസിക്കുവാനാവാത്ത ആയിരക്കണക്കിന് സംഭവങ്ങൾ അലകടൽ പോലെ വരുന്നതാണ് തൃപ്പാദങ്ങളുടെ ജീവചരിത്രം. അതിലെ ഒരു പ്രധാനപ്പെട്ട ഏട് നടന്ന സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമാണ് വാടാനപ്പള്ളി. സുന്ദരമായൊരു സമുദ്രതീരമാണ്. ഇവിടെ ഒരു ഭവനമുണ്ട്, വൈക്കാട്ടിൽ ഭവനം. ആ ഭവനത്തിൽ നടന്നൊരു അത്ഭുത സംഭവമുണ്ട്. അതായത് ശ്രീനാരായണ പരമസദ്ഗുരു ഏതാണ്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ തുടച്ചു നീക്കുവാൻ വന്ന രാക്ഷസ തിരമാലകൾ, ഇപ്പോൾ നമുക്കതിനെ സുനാമി എന്ന വാക്കിലൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഏതാണ്ട് ഇപ്പോൾ 2004 കേരളത്തെ, ഇന്ത്യയെ, ലോകത്തെ വിഴുങ്ങിയ ആ സുനാമികൾ അത്രയും ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ ഭാവങ്ങൾ ഉണ്ടായിരുന്ന, ഏതാണ്ട് അതിൻ്റെ ഒരു രൂപങ്ങൾ ഉണ്ടായിരുന്ന അതിഭയങ്കരമായൊരു കടലാക്രമണത്തിൽ നിന്നും ഒരു കുടുംബത്തെ ശ്രീനാരായണ പരമസദ്ഗുരു രക്ഷിച്ച, ഗുരുവിൻ്റെ കൽപ്പന മൂലം കടൽ ശാന്തമായ ഒരു അത്ഭുത സംഭവം നടന്ന മണ്ണിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ കൂടുതൽ ചരിത്രങ്ങൾ, യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത്, ആ നടന്ന ഭവനത്തിൻ്റെ പേര് വൈക്കാട്ടിൽ എന്നാണ്. വൈക്കാട്ടിൽ ശങ്കരൻ എന്നായിരുന്നു ആ വീട്ടിൻ്റെ കാരണവരുടെ പേര്. ശങ്കരുടെ മകൻ ഭോജരാജൻ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ വൈക്കാട്ടിൽ ബാലഗോപാലൻ സാർ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. തൻ്റെ മുത്തച്ഛന്മാരിൽ നിന്ന് നേരിട്ട് കേട്ടറിഞ്ഞ കഥ ഈ വീട്ടിലെ അംഗം കൂടിയായ ബാലഗോപാൽ സാർ ഗുരുപദൻ ടിവിക്ക് വേണ്ടി പ്രേക്ഷകരോട് പങ്കുവെക്കുന്നു. നമുക്ക് സാറിൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം. ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവാ. കാരുണ്യരൂപനിതാ കാൽനടയായി അണയുന്നേൻ, കേരളമെങ്ങുമിതാ സദ്ഗുരുധർമ്മം വിതയ്ക്കുന്നേൻ. കാരുണ്യരൂപനിതാ കാൽനടയായി അണയുന്നേൻ, കേരളമെങ്ങുമിതാ സദ്ഗുരുധർമ്മം വിതയ്ക്കുന്നേൻ. കാരുണ്യരൂപനിതാ കാലസ്വരൂപനിതാ കായാമ്പുരൂപനിതാ സ്വാഗതമംഗളം നേരുന്നു. ശാന്തി സന്ദേശവുമായി ലോകമഹാഗുരുവാഗതനായി, ശാന്തി സന്ദേശവുമായി ലോകമഹാഗുരുവാഗതനായി. എന്നാത്മനായകനെ ശ്രീനാരായണ ഗുരുദേവാ, എൻ ജീവദായകനെ ശ്രീനാരായണ ഗുരുദേവാ. ഗുരുപദം പ്രീതിക്ക് എൻ്റെ പ്രണാമം. ഇത് എൻ്റെ പുറകിൽ കാണുന്നത് വൈക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനമാണ്. ഏകദേശം ഒരു 300 വർഷം പഴക്കമുള്ള ഭവനമാണത്. ഞാൻ ശങ്കരൻ്റെ മകൻ ഭോജരാജൻ, ഭോജരാജൻ്റെ മകൻ കരുണാകരൻ മാഷ്, കരുണാകരൻ മാഷ് മകൻ ബാലഗോപാലനാണ് എൻ്റെ പേര്. ഗുരു ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ശങ്കരൻ്റെ കാലത്ത് ഈ ദ്വീപ്, തെക്ക് വടക്കുള്ള ദ്വീപ് പടിഞ്ഞാറ് വശം കൊണ്ട്, കടലോരം പടിഞ്ഞാറ് വശം കൊണ്ടുള്ള മുഴുവൻ സ്ഥലവും ശങ്കരൻ്റെയൊക്കെയായിരുന്നു. ഈ ശങ്കരൻ്റെ ഈ 84-ാം വയസ്സിൽ ഈ ദ്വീപ് കടലെടുക്കാൻ തുടങ്ങി. കടലെടുക്കാൻ തുടങ്ങിയ വെച്ചാൽ കടലിന് 2 തരം സ്വഭാവമുണ്ട്, എല്ലാവർക്കും അറിയാം. ഒന്ന് നെടുവെട്ടെടുക്കുക എന്നുള്ളതും ഒന്ന് കുഴിപ്പം തരാമെന്നുള്ളതും. നെടുവെട്ടെടുത്താൽ സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ല, മുകളിൽ നിന്ന് വെള്ളം കൂടെ ഓവർലാപ്പ് ചെയ്ത് വരും, അതുമാതിരി തിരിച്ചു പൊക്കോളും, കരയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല. പക്ഷേ നെടുവെട്ടെടുക്കുമ്പോൾ അങ്ങനെയല്ല. നെടുവെട്ടെടുക്കുമ്പോൾ കുഴിപ്പൻ തിരകളാണ്, നെടുവെട്ടിന് പകരം കുഴിപ്പൻ തിരകളാണ് അന്നുണ്ടായത്. ഈ കുഴിപ്പൻ തിര വന്നു കഴിഞ്ഞാൽ കടൽ മുഴുവൻ എടുത്ത് കര കൊണ്ടുപോകും. അങ്ങനെ പോയി ശങ്കരൻ്റെ ദ്വീപ് ഏകദേശം 3/4 ഭാഗത്തിലേറെ കടലെടുത്ത് പോയി. ആ ഘട്ടത്തിൽ ശങ്കരൻ ഗുരുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവിൻ്റെ യാത്രകൾ, ശങ്കരൻ്റെ തെക്കോട്ടുള്ള യാത്രകളിൽ ഉള്ള അവസരങ്ങളിലൊക്കെ തെക്ക് നിന്നുള്ള ആളുകളിൽ നിന്നുള്ള സംഭാഷണങ്ങളിൽ നിന്നെല്ലാം ഗുരുവിൻ്റെ മാഹാത്മ്യം അറിഞ്ഞിരുന്നു.
അപ്പോൾ കടൽ ഈ എടുത്തെടുത്ത് ഇവിടം വരെ എത്തിയപ്പോൾ ശങ്കരൻ്റെ മകൻ ഭോജരാജൻ ചോദിച്ചു, അല്ല അപ്പാ ഇനി ഇതിന് എത്ര നാളും കൂടി നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും? ഏതാനും ദിവസങ്ങളെ കൊണ്ട് നമ്മളെ വീടും കൂടി പോവില്ലേ, ഇതിന് എന്താ പരിഹാരം ഉള്ളത്? അപ്പോൾ ശങ്കരൻ പറഞ്ഞു, ഇത് പ്രപഞ്ചശക്തിയാണ് മോനെ, ഇതിന് പ്രപഞ്ചശക്തിനെ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ, മനുഷ്യപ്രയത്നം കൊണ്ട് യാതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ശങ്കരൻ പറഞ്ഞു, തെക്കുള്ള നാണുസ്വാമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിടത്തോളം അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനായിട്ട് എനിക്കിതെന്ന് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും അങ്ങനെയാണ് ഞാൻ ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഏതോ അവതാരമൂർത്തിയാണ് എന്ന് പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം, അദ്ദേഹം കുറുക്കഞ്ചേരിൽ വന്നിട്ടുണ്ടെന്ന് കേൾക്കണ്, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും കൂടി വഞ്ചി എടുത്ത് പോവുക. ഓടി വഞ്ചിയിൽ 2 പേര് തുഴയാനുണ്ട്. അങ്ങനെ കുറുക്കഞ്ചേരിൽ അന്ന് ഏതോ ആവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരിട്ട് ചെന്ന് ഇതുവരെ കാണാത്ത ശങ്കരൻ ഗുരുവിനെ നേരിട്ട് കണ്ടപ്പോൾ ശങ്കരൻ കുറച്ച് പേരുണ്ടായിരുന്നു, അതിൽ ഗുരു ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു കസാലയിൽ, നീർന്ന കസാലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നേരെ ശങ്കരൻ ഗുരുവിൻ്റെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, നമുക്ക് ആകെ ഒരു ദീപമുള്ള, അത് കടലെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു, ഏതാനും ദിവസങ്ങൾ കൊണ്ട് എൻ്റെ വീടും കൂടി പോകുന്നു. അത്രയും പറഞ്ഞപ്പോൾ ശങ്കരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഗുരു ചോദിച്ചു, കടലെടുക്കുന്നതിന് നാം എന്താ ചെയ്യുക ശങ്കര എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കരൻ പറഞ്ഞു, ഇവിടുന്ന് മാത്രമേ ആ പ്രപഞ്ചശക്തിയെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ, മറ്റൊരു ശക്തിക്ക് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. ശങ്കരനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗുരു, ശങ്കരനും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗുരു, പരസ്പരം അറിയാത്തവർ, ഗുരു നേരിട്ട് ശങ്കരൻ്റെ പേരെടുത്തിട്ടാണ് ശങ്കരനെ പറഞ്ഞത്, കടലെടുക്കുന്നതിന് നാം എന്താ ചെയ്യുക ശങ്കര എന്ന്. അത് കേട്ടോടുകൂടി ശങ്കരന് മനസ്സിലായി, ഇത് നാം നിരൂപിച്ച ആ ഒരു പരമാത്മ ചൈതന്യം തന്നെയാണത്, അല്ലാതെ എന്നെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ശങ്കരൻ പറഞ്ഞു, ഇവിടുന്ന് മാത്രമേ ആ പ്രപഞ്ചശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ, മറ്റൊരു ശക്തിക്ക് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നമ്മിൽ അത്ര വിശ്വാസമോ ശങ്കരന്? അതേ സ്വാമി, പരിപൂർണ വിശ്വാസമാണ്. ഇവിടുന്ന് നിരൂപിച്ചിട്ട് എന്ത് തന്നെ ഉണ്ടായാലും അത് എൻ്റെ കർമ്മഫലമായിട്ടേ ഞാൻ വിചാരിക്കുള്ളൂ, ഞാൻ യഥാർത്ഥ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും ഗുരു പറഞ്ഞില്ല ശങ്കരനോട്. നേരിട്ട് എല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന ബോധാനസ്വാമിയെ നോക്കിയിട്ട് ഗുരു പറഞ്ഞു, ബോധാനന്ദൻ ശങ്കരൻ്റെ പറമ്പിൽ കടലെടുക്കുന്നിടത്ത് പോയി കിടക്കൂ, നാം അവിടെ എത്തുന്നുണ്ട്, പുറപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ആ ആജ്ഞ കിട്ടിയപ്പോൾ ബോധാനസ്വാമി നേരെ ആ ഉടുത്ത അതേ ഡ്രസ്സ് തന്നെയായിരുന്നു, വേറെ ഒരു സാധനവും എടുത്തിട്ടില്ല. ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ച് പോയ ശങ്കരനും ഭോജരാജനും നമസ്കരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 8-9 മണിക്കൂർ കഴിഞ്ഞിട്ട് വഞ്ചിയിലാണ് പൂർണ്ണ യാത്ര. ഇവിടെ എത്തിയതിന് ശേഷം ബോധാനസ്വാമി കടൽക്കരയിലേക്ക് നടന്നപ്പോൾ ആ കടലെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ബോധാനസ്വാമി കടലിൻ്റെ അടുത്തേക്ക് പോവുകയാണേ. അപ്പോൾ പറഞ്ഞു, സ്വാമി ആളുകൾക്ക് അറിയില്ല ഇതാരാണ് എന്താണെന്നൊന്നും, ആ നാട്ടുകാർക്ക്, ഈ നാട്ടിലുള്ള അന്നത്തെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. അവർ പറഞ്ഞു, സ്വാമി അങ്ങോട്ട് പോവല്ലേ, നെടുവെട്ടിന് അല്ല കുഴിപ്പന്തരയാണ് കടൽ, അവിടെ നമ്മളറിയില്ല, അടിയിരുന്നാൽ തുറക്കുക, നമ്മൾ കെട്ടിമറിഞ്ഞ് വീഴും, അങ്ങനെ തന്നെ പോകും കടലിൽ, പിന്നെ കാണില്ല, 3 ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബോധാനസ്വാമി ഈ ആളുകളോട് പറയുന്നു, നമ്മുടെ ഗുരുവിൻ്റെ കൽപ്പനയാണ് ഇവിടെ എടുക്കാൻ, കടലെടുക്കുന്നിടത്ത് നമുക്ക് ആ കൽപ്പന പാലിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത് മനസ്സിലായില്ല. ഈ നാണുസ്വാമിനെയും ഈ ജനങ്ങൾക്ക്, ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയില്ല, ശങ്കരനും ഭോജരാജനൊക്കെ അറിയുള്ളൂ. അപ്പോൾ അവർ അതൊന്നും അറിയില്ല. അതുകൊണ്ട് പറഞ്ഞു, അല്ല സ്വാമി, അത് നെടുവെട്ടല്ല, അത് കുഴിപ്പന്തരയാണ്, അടിയിൽ നിന്ന് തുളക്കിന് കണ്ടില്ലേ, മറിഞ്ഞു വീഴും, അങ്ങോട്ട് പോയി കിടന്നാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കരൻ ഇങ്ങനെ ആളുകളായിട്ടുള്ള ഒരു തമ്മിലുള്ള വർത്തമാനത്തിൻ്റെ ഇടയിൽ ശങ്കരൻ കയറി ചെന്നിട്ട് പറഞ്ഞു, അത് നാണുസ്വാമി പറഞ്ഞിട്ട് വന്ന മഹാസിദ്ധനാണിത്, യാതൊന്നും സംഭവിക്കില്ല, നമുക്ക് പരിപൂർണ വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആളുകൾ ആ കാലത്ത് ശങ്കരനെ വലിയ ബഹുമാനമായിരുന്നു. ശങ്കരൻ പറഞ്ഞപ്പോൾ പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. നേരെ പിന്നെ എല്ലാവരും സംഭാഷണവും നിന്നതിന് ശേഷം ബോധാനസ്വാമി നേരെ കടലിൻ്റെ അടുത്ത് ചെന്ന്, അടുത്ത തര വന്നാൽ പോണോടത്ത് തന്നെയാണ് വന്ന് കിടന്ന്, തെക്കോട്ട് തലയും വെച്ച് യോഗ ആയിട്ട് കിടന്നു. ആ കിടന്നതിന് ശേഷം പിന്നെ അന്നത്തെ ആളുകൾ പറഞ്ഞു, ബോധാനസ്വാമി ശ്വാസോച്ഛ്വാസം പോലും വലിക്കുന്നത് കാണില്ലായിരുന്നു. അന്നത്തെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബോധാനസ്വാമി ചത്തമാരിയെ കിടന്നിരുന്നെന്ന് പറയും, ഒരു ശ്വാസം വലിക്കുന്നതായിട്ടൊന്നും തോന്നിയിരുന്നില്ല ആളുകൾക്ക്. അതുകൊണ്ടാണ് അവർ അന്ന് പറഞ്ഞ അവരുടെ ഭാഷയിൽ അത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആ കിടപ്പ് അവിടെ കിടന്നതിന് ശേഷം ആളുകൾ പിന്നെ പടിഞ്ഞാട്ടാണ് നോക്കുമ്പോൾ അവിടെ നിന്ന് തിരകൾ നേരെ വരുന്നതാണ്. ആളുകൾ വന്നത് പോവും, സ്വാമി പോവും എന്നുള്ള ദൃഷ്ടിയിൽ വളരെ വിഷമത്തോടു കൂടി നോക്കുമ്പോൾ കാണുന്നത് പടിഞ്ഞാറെന്നുള്ള തിരകളുടെ ആ ഒരു സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റി വന്നിരുന്ന തിരകൾ, ഓരോ റൗണ്ടും ആദ്യത്തെ റൗണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ റൗണ്ട് ചുരുണ്ട് മടങ്ങുമ്പോൾ തന്നെ അത് വടക്കൻ, അന്നത്തെ ആളുകൾ പറയാമോ വടക്കമ്പാട തുടങ്ങിയെന്നാണ് പറയുക. അതായത് ബോധാനസ്വാമി കിടന്ന്, ഞാനിങ്ങനെ കേട്ടുള്ളൂ, ബോധാനസ്വാമി കിടന്നതിന് ശേഷം അടുത്ത തിര തന്നെ വരുമ്പോഴേക്കും വടക്കമ്പാട തുടങ്ങി. അതുകൊണ്ട് ആ തിര
പവർ വടക്കോട്ട് തിരിഞ്ഞ് പോകും. ഓരോ തിര ഇങ്ങനെ വരുമ്പോൾ അത് സ്ലൈഡ് ചെയ്ത് പോവും, വടക്കോട്ട് പോവും. അങ്ങനെ ബോധാൻ സ്വാമിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ആ തിര നിശേഷം പൂർണ്ണമായും, അത് കിടുന്നതിന് ശേഷം വന്ന ആദ്യത്തെ തിര തന്നെ നിശേഷം പൂർണ്ണമായും ശാന്തമായിട്ടാണ് വന്ന് കടലിൽ എങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണ് അതുമാതിരി കഴുകി പോയി. ബോധാൻ സ്വാമിയുടെ മേലൊരു തുള്ളി വെള്ളം പോലും വീണില്ല. അതിൽ മുന്നേ വന്നിരുന്ന തിര, ആ ബോധാൻ സ്വാമി കിടക്കുന്നതിൽ മുന്നേ വന്നിരുന്ന തിര വന്ന് അടിച്ചപ്പോൾ തന്നെ 1 മീറ്ററോളം സ്ഥലവും പോയി. അവിടെ ഒരു 10 മീറ്റർ ഉള്ളിലേക്ക് വെള്ളവും തെറിച്ച സ്ഥാനത്ത് ബോധാൻ സ്വാമി കിടന്നതിന് ശേഷം വന്ന തിര വളരെ ശാന്തമായി ഒരു തുള്ളി വെള്ളം പോലും തെറിപ്പിക്കാതെ, ഒരു തരി മണലും കൊണ്ടുപോകാതെ തിരിച്ചു പോയി. ആ കെടുപ്പ് അങ്ങനെ തന്നെ കിടന്നു ബോധാൻ സ്വാമി. അന്ന് മുഴുവനവും കിടന്നു. ഒരു ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ വരുമ്പോൾ ശിവഗിരി കുറുക്കഞ്ചേരിയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ വന്നിട്ടും ഒരു വെള്ളം കുടിക്കാനൊന്നും ബോധാൻ സ്വാമി കൂട്ടാക്കിയില്ല. ഗുരുവിൻ്റെ കൽപ്പന ആദ്യം പാലിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊടുത്ത ഇളനീരും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് സ്വാമി അങ്ങോട്ട് പോയത്. അങ്ങനെ അന്ന് മുഴുവൻ അവിടെ നിന്ന് പിറ്റേന്ന് ദിവസവും അവിടെ കിടന്നു. പിറ്റേ ദിവസം വൈകിട്ടാണ് പിന്നെ ഗുരു വരുന്നത്. അത്ര നേരം ബോധാൻ സ്വാമി അന്നപാനീയങ്ങളും ഇല്ലാതെ, ശ്വാസോച്ഛ്വാസവും ഇല്ലാതെ എന്ന് പറയാം. കാരണം ആൾക്ക് അറിയില്ല അത് എന്താണെന്നുള്ളത്. ആ കെടുപ്പ് അവിടെ കിടന്നു. അതിനുശേഷം പിന്നെ ഗുരു വൈകിട്ടാണ് വരുന്നത്. പിറ്റേ ദിവസം വൈകിട്ട് വരുമ്പോൾ സാധാരണ എല്ലാം വളരെ അധികം പരിചയമുള്ളൊരു സ്ഥലത്ത് വരുന്ന മാതിരിയാണ് ഗുരുദേവൻ വന്ന് വഞ്ചിയിൽ ഇറങ്ങുന്നത്. വഞ്ചിയിൽ ഇറങ്ങി നേരെ നടന്നു. ഒരിക്കൽ പോലും നമ്മുടെ ബോധാനന്ദന് എന്ത് പറ്റിയെന്നോ, കടലിന് ശാന്തമായോ എന്നോ ഒരക്ഷരം ഗുരു ചോദിച്ചിരുന്നില്ല. അതിന് ബദൽ ഗുരു ശങ്കരനും ബോധരാജനോടൊക്കെ പല ഉപദേശങ്ങളും കൊടുക്കുമായിരുന്നു. അങ്ങനെ നടന്ന് ബോധാൻ സ്വാമി കിടക്കുന്ന അവിടുത്തെ എത്തിയപ്പോൾ അപ്പോൾ നോക്കണില്ല ബോധാൻ സ്വാമീനെ. നേരെ കടലിൻ്റെ അടുത്തെത്തി ബോധാൻ സ്വാമിയുടെ കാക്കൽ ചെന്ന് വന്നു ഗുരു ചെന്ന് നിന്നതിന് ശേഷം അപ്പോൾ ശങ്കരനോടുള്ള വർത്താനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പടിഞ്ഞാട്ട് നോക്കിയിരുന്ന് നിമന്ത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മാത്രം ഗുരുവിനെ നോക്കാൻ പറ്റിയിരുന്നില്ല. വളരെ കുറച്ച് സമയം. അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നേ, നാണുസ്വാമീനെ നോക്കാൻ പറ്റുന്നില്ല, സൂര്യനെ പിന്നെയും നോക്കാം എന്ന് പറഞ്ഞു, കണ്ണ് ചെന്നണമെന്ന് പറഞ്ഞു. അത് അധികം നേരം നിന്നില്ല, വളരെ കുറച്ച് നേരം നിന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഗുരു ആളുകൾ ശരിക്കും ആ ശരീരമായിട്ട് കാണുന്നത് ഗുരു തെക്കോട്ട് തിരിയുന്നതാണ്. തെക്കോട്ട് തിരിഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ നേരെ തിരിഞ്ഞിട്ട് കാണും. ഇനി ബോധാനം തന്നെ ഇവിടെ നിന്ന് എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു. കടലിവിടെ ശാന്തമായിക്കോളും. അപ്പോഴാണ് ബോധാൻ സ്വാമി ആ യോഗനിദ്ര വിട്ടിട്ട് എണീറ്റ് ഗുരുവിനെ തിരിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നിൽ കുറച്ച് മാറി നിന്നിരുന്ന ശങ്കരൻ ഗുരുവിൻ്റെ ആ പ്രപഞ്ചലയനത്തിൽ ഉള്ള ആ ഒരു ഭാവത്തിൽ നിന്ന് വളരെ സ്തബ്ധനായി നിൽക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ആ നിൽപ്പ് കണ്ടപ്പോൾ ഗുരു ശങ്കരൻ്റെ തോളിൽ കൈ വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ശങ്കരൻ ആ ഒരു പ്രജ്ഞ വീണ്ടെടുത്തിട്ട് പറഞ്ഞു, ശങ്കരനോട് പറഞ്ഞു, ശങ്കരൻ ഭയക്കണ്ട, ശങ്കരൻ്റെ അനുഷ്ഠാനങ്ങളോടുകൂടി ഇവിടെ ജീവിച്ചോളൂ, ശങ്കരൻ്റെ തലമുറകൾ ഇവിടെ ജീവിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാവരും തിരിച്ചു പോന്നു. പിന്നീട് അന്ന് നേരെ വന്ന് ഗുരുദേവൻ ഇന്ന് സ്വാമി മുറിയായി ഞങ്ങൾ ഉപയോഗിക്കുന്ന, ഗുരു ഉപയോഗിച്ചിരുന്ന മുറി സ്വാമി മുറിയായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടെ വന്ന് കയറിയിരുന്നു. പിറ്റേന്ന് ദിവസം കാലത്തായപ്പോഴേക്കും ആളുകൾ കടപ്പുറത്ത് പോകും ഓരോരോ ആവശ്യത്തിന്. കടപ്പുറത്ത് പോകുമ്പോൾ അവിടെ കാലിൽ മണലിൽ ചവിട്ടുമ്പോൾ കാല് താവാൻ തുടങ്ങി. അപ്പോൾ അതതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, കടൽ മണ്ണിടുമ്പോൾ ഒരു സ്പോഞ്ചിങ് എഫക്റ്റ് ഉണ്ടാവും സാധാരണ. കാരണം ഈ മണ്ണും വെള്ളവും എല്ലാം കൂടി, ഉപ്പുവെള്ളം കൂടി കൊണ്ട് കമത്തുക ചെയ്യുക. വരുമ്പോൾ തിരയിലൊക്കെ മണ്ണായിരിക്കും. ആ മണ്ണ് കമത്തി വെള്ളം വലിഞ്ഞ് പോകുമ്പോൾ ഒരു പാടമാതിരി നിൽക്കും, ഉപ്പുപാട അല്ലെങ്കിൽ പുളിപ്പാടാന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ആളുകൾ ചവിട്ടി കഴിഞ്ഞാൽ എയർ റിലീസാവും. അതോടെ ഒരു സ്പോഞ്ചിങ് എഫക്റ്റ് കിട്ടും. അത് ഒരു ശാസ്ത്രമാണെങ്കിലും അത് എല്ലാ മനുഷ്യർക്കും അന്നറിയാം. കടൽ വയ്ക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രൂപം ആയിരിക്കും. കടലെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാഷണൽ ഹൈവേ പോലെ ഇരിക്കും, ചവിട്ടിയാൽ ആവില്ല. അങ്ങനെയാണ്. ഇത് ചവിട്ടിയാൽ സ്പോഞ്ച് ആവും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. തലേ ദിവസം നാണുസ്വാമി പറഞ്ഞ് വന്നതും ബോധാൻ സ്വാമി അവിടെ കിടന്നതും ഈ ഗുരു പ്രപഞ്ചലയനം നടത്തിയതും ആ പ്രപഞ്ചശക്തിയെ നിയന്ത്രിച്ചത് എല്ലാ ആൾ കണ്ടത് നേരിട്ട് കണ്ടവരാ. അപ്പോൾ അവർ പിറ്റേ ദിവസം മണ്ണ് വരാൻ തുടങ്ങി. അപ്പോൾ സ്വാമിയോട് വന്ന് പുലർച്ചെ തന്നെ വന്നിട്ട് പറഞ്ഞു, സ്വാമി കടലിൽ മണ്ണ് വെച്ച് തുടങ്ങി, കടലിൽ മണ്ണ് വീണ് തുടങ്ങി, ഇന്നലെ വരെ എടുത്തിരുന്നതല്ല, ഇന്നിപ്പോൾ അത് മണ്ണ് വീണ് തുടങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ആ ചവിട്ടലിൻ്റെ അവിടെ നിന്ന് ആളുകൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഗുരു ഇരുന്ന കട്ടലുമല തന്നെ ഇരുന്നിട്ട് പറഞ്ഞു, അത് ഇട്ടോളും, ഇനി ഇട്ടോളും എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ സന്തോഷമായി തിരിച്ചു പോയി. അതിന് ശേഷം പിന്നീട് കുറേ കാലത്തേക്ക് തന്നെ അനവധി വർഷങ്ങൾ ഇവിടെ ചാകര തന്നെയായിരുന്നു. ചാകര എന്ന് വെച്ചാൽ ഇവിടെ കടൽ സൈലൻ്റ് ആയിരിക്കും, പക്ഷെ മണ്ണ് കൊണ്ടിടും. അങ്ങനെ മണ്ണിട്ട് കുന്നായി ഉയർത്തി ഒരു വലിയ മല പോലെയാണ് കടൽ തിരിച്ചു പോയത്. കുറേ കാലം അങ്ങനെ അത് കിടന്നു. ആ മണ്ണൊക്കെ അനവധി വർഷങ്ങൾ അങ്ങനെ കിടന്നു. ഒരു 10-70 കൊല്ലത്തിലും മേലെ അങ്ങനെ കിടന്നു. അതിന് ശേഷം 1970കളിൽ
ആളുകൾ ഈ മണ്ണ് അങ്ങനെ കിടന്നു, വേറെ ഉപയോഗിച്ചിരുന്നില്ല, വേറെ തെങ്ങൊന്നും വെച്ചിരുന്നില്ല. അങ്ങനെ കിടന്ന് ആ കിടപ്പ് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഒരു ഉപയോഗമില്ലല്ലോ, കടലിൻ്റെ ഉപദ്രവമില്ല, മത്സ്യവും ഇതൊക്കെ ആയിട്ട് എല്ലാവർക്കും സമൃദ്ധി തന്നെ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ കിടന്നപ്പോൾ 70കളിലെ ആളുകൾ ചിന്തിച്ചു, ഈ പുഴ നമ്മുടെ ഈ പറമ്പിൻ്റെയൊക്കെ കിഴക്ക് കാണുന്ന പുഴ കനോലി കനാലിൻ്റെ ബ്രാഞ്ചാണ്, ഒറ്റുകായൽ എന്നാണ് ശരിക്കുള്ള പേര്. അത് വളരെ വീതിയുള്ളതായിരുന്നു, 6 കിലോമീറ്ററോളം വീതിയുള്ളതായിരുന്നു. അത് ആളുകൾ ഈ പുഴയിൽ നിന്ന് നേരെ ഈ മണ്ണ് വീണ സ്ഥലത്തേക്ക് വഞ്ചി, തോട് പൊളിച്ച് വഞ്ചി കൊണ്ടുപോയി. ഇപ്പോഴും കാണാം, 100 കണക്കിന് തോടുകൾ കാണാം ഇപ്പോഴും. ആ മണ്ണ് മുഴുവൻ കൊണ്ടുപോയി ഈ പുഴയുടെ 2 വശവും നികത്തിയെടുത്തു ആളുകൾ. ഭൂമിയില്ലാത്ത നിർധനരാണ് അതിൽ 90%, 90 അല്ല അതിലും മേലെയും അവർ തന്നെയാണ്. ബാക്കിയുള്ളവരുണ്ട്, കുറേ പട്ടാളക്കാരും ഉണ്ട്. അവർക്ക് പിന്നെ ഗവൺമെൻറ് പതിച്ചു കൊടുത്തു. ആ ഭൂമി മുഴുവൻ പിന്നെ അവർ കൃഷി സ്ഥലമാക്കി, വലിയ ഉയർന്ന തെങ്ങും പറമ്പാക്കി. ഇന്ന് 1000 ഏക്കറാണ് അങ്ങനെ ഉണ്ടായത്. അതൊക്കെ കുറേയൊക്കെ പട്ടാളക്കാരെടുത്ത് എക്സ് സർവീസ്മെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് പതിച്ചു കൊടുത്തു. അല്ലാതെ ഇതൊക്കെ കയ്യേറി ഇരുന്ന ആളുകൾക്ക്, അവർ ഭൂമിയാക്കിയവർക്ക് പതിച്ചു കൊടുത്തു. അതിൽ ചെമ്പ് പട്ടയെന്നൊക്കെ പറഞ്ഞു കേട്ടുള്ളത്. അങ്ങനെ ഒരു പട്ടയായിട്ട് പതിച്ചു കൊടുത്തു ആ ഭൂമിയൊക്കെ. സ്പെഷ്യൽ തഹസിൽദാരും 5-10 ഉദ്യോഗസ്ഥരും വന്നു. അവർ മുഴുവൻ തന്നെ നമ്മുടെ വീട്ടിലാണ് ഇത് മുഴുവൻ പതിച്ചു കൊടുക്കുന്ന കാലം വരെയും കുറേ കാലം, 1 മാസത്തിലേറെ ഉണ്ടായിരുന്നു ഇവിടെ ഇരുന്നിട്ടാണ് ഇതൊക്കെ പതിച്ചു കൊടുത്തത് ജനങ്ങൾക്ക്. താമസിച്ചതും നമ്മുടെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈദ്യശാലിൻ്റെ അതിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അപ്പോൾ ആ കടൽ ശാന്തമാക്കുകയും അതുകൊണ്ട് അനന്തരമായിട്ട് അനവധി ഭൂമികൾ ജനങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു. ശങ്കരൻ്റെ ഏറെക്കുറെ ഭൂമികൾ തിരിച്ച് കിട്ടുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ് ഈ ഗുരുദേവൻ്റെ കടലിനെ ശാന്തമാക്കുന്ന ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. പിന്നീട് ഗുരു വരുന്നത്, അപ്പോൾ അന്ന് ഗുരു വരുമ്പോൾ ബോധാൻ സ്വാമിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ബദാംബരം ഇവിടെ വീടിൻ്റെ പടിഞ്ഞാപ്പുറത്തുണ്ടായിരുന്നു, ചെറിയൊരു വൃക്ഷം. അതിനെ ഗുരുദേവൻ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ 1 മിനിറ്റ് അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് അതിന് തൊട്ടിട്ട് പറഞ്ഞു, ഇത് ഒരു തണലായിക്കോളും എന്ന് പറഞ്ഞു. ആളുകളത് പ്രത്യേകിച്ചൊന്നും അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിച്ചില്ല. അത് തണൽ സൂര്യനിൽ നിന്നുള്ള വെയിലിന് തണലാവും എന്ന് വിചാരിച്ചു. അതൊരു ബദാം വൃക്ഷമാണ്, അപ്പോൾ അതുകൊണ്ട് അത് തണലാവും തന്നെ വിചാരിച്ചു. പക്ഷേ ആ വൃക്ഷം വളർന്ന് വലുതായി അത് ഈ പടിഞ്ഞാറ് ഓരം മുഴുവൻ പന്തലിച്ച ഒരു വൃക്ഷമായി തീർന്നു. ഏത് 1924 വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഉണ്ടാകുന്ന സമയത്ത് ഈ വൃക്ഷം അങ്ങനെ വലിയൊരു ഒരു ആ കൊടുങ്കാറ്റിനെ തടുക്കുന്ന ഒരു വൃക്ഷമായിട്ട് അത്രയും വലുപ്പമുണ്ടായിരുന്നു അതിന്. ആ കൊടുങ്കാറ്റിന് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ 2 ദിവസം വെള്ളം കയറി കാറ്റും ഉണ്ടായി. ഈ ദ്വീപിലുള്ള സർവ്വ വീടുകളും വീണു. അതുകൂടാതെ എല്ലാ തെങ്ങുകളും വൃക്ഷങ്ങളും വീണു. അപ്പോൾ ഈ ആളുകൾ മുഴുവൻ എന്ത് ആപത്തുണ്ടായാലും ഇവിടെ വന്ന് അഭയം പ്രാപിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ. എന്തുണ്ടെങ്കിലും വൈകാട്ടിക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരും. അങ്ങനെ ഈ ആണുങ്ങളും ഒക്കെ പുറത്ത് ഇറയ മുഴുവൻ ആണുങ്ങൾ. അന്നൊക്കെ ഇവിടെ അന്നദാനമുള്ള കാലമാണ്. അന്നദാനം ശങ്കരൻ്റെ കാലം തൊട്ടേ ഉണ്ട്. ശങ്കരൻ പോയകാരൻ എൻ്റെ അച്ഛൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 2-3 തലമുറ അതൊക്കെ കൊടുത്തിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് പട്ടിണി കഴിഞ്ഞപ്പോൾ അതില്ലാണ്ടായിരുന്നു. അപ്പോൾ ആളുകളെല്ലാം ഇവിടെ കിടന്ന്, പെണ്ണുങ്ങളെല്ലാം അകത്തൊരു ഏകദേശം ഒരു 10-200 ആളുകളുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ഈ കൊടുങ്കാറ്റ് മുറുകി വന്നപ്പോൾ ഈ പറമ്പിലുള്ള തെങ്ങുകളൊക്കെ വീണു. അതുകൊണ്ട് അപ്പുറമൊക്കെ ഉള്ള എല്ലാ വീടുകളും ഈ ദ്വീപിലെ വീണു. ഈ ദ്വീപിലെ അല്ല, പുറത്തുള്ളതും ഒക്കെ വീണു. അപ്പോൾ ഈ വീടിന് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരുന്നു ഈ ഗുരു അന്ന് അനുഗ്രഹിച്ച് കൈവച്ച ഈ വൃക്ഷമായിരുന്നു. ഇതൊരു തണലാവും എന്നുള്ളത് പറഞ്ഞത് ആ തണലായിരുന്നു അന്നുണ്ടായിരുന്നു. ഈ വീടിന് യാതൊന്നും ആ കൊടുങ്കാറ്റിന് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ജനങ്ങൾക്കും യാതൊരു വിഷമവും ഉണ്ടായില്ല. ആർക്കും ഒരു പോറൽ പോലും ഇല്ല. എല്ലാവരെയും സംരക്ഷിച്ച് 2 ദിവസം ഇവിടെ ഊണും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി കൂടി വെള്ളമൊക്കെ ഇറങ്ങി 2 ദിവസം വെള്ളം നിന്നേ. അതിനുശേഷം എല്ലാവരും തിരിച്ചവരവരുടെ ഭവനങ്ങളിൽ പോവുക ചെയ്തു. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിന് ഗുരു തൊട്ട വൃക്ഷം എന്ന് പറയുന്നത്. ഗുരു അനുഗ്രഹിച്ച വൃക്ഷത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതായിരുന്നു. പിന്നീട് ഒരു സന്ദർഭത്തിലിവിടെ ഒരിക്കൽ ഈ ഞാൻ പറഞ്ഞല്ലോ അന്നദാനം ഇവിടെ ചെയ്തിരുന്നു. ശങ്കരൻ്റെ കാലം തൊട്ടേ ഉള്ളതായിരുന്നു. അന്ന് പട്ടിണി കാലമായതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ശങ്കരനൊക്കെ ഇഷ്ടംപോലെ ഭൂമിയും കൃഷിസ്ഥലവും ഉണ്ടായിരുന്നു. ഇന്നത്തെ നാഷണൽ ഹൈവേയിൽ കാണുന്ന നായാടി കോളനി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ധാരാളം കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള നെല്ലും ഇതൊക്കെ കൊണ്ടുവന്നാൽ ഒരു മണി പോലും ശങ്കരൻ വിറ്റിരുന്നില്ല. ശങ്കരൻ മാത്രമല്ല, ഭോജരാജനോ എൻ്റെ അച്ഛൻ്റെ കാലത്തോ വിറ്റിരുന്നില്ല. അത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കുത്തി അരിയാക്കി. അന്നൊക്കെ അതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ആളുകൾ തന്നെ കുത്തിക്കോളും. പെണ്ണുങ്ങളൊക്കെ വന്ന് കുത്തി അരിയാക്കി അവരവരുടെ വീട്ടിലേക്കുള്ളതും കൊണ്ടുപോകും, അല്ലാത്തതൊക്കെ ഇവിടെ ഇങ്ങനെ തരും. അങ്ങനെ ഇത് വയ്ക്കാനും ഇതിനൊന്നും ഒരു പ്രയാസമില്ല. ഇന്നിപ്പോൾ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയൊന്നും വന്നില്ലല്ലോ.
എന്നിട്ട് കാലത്ത് തൊട്ട് വൈകുന്നേരമോളം എല്ലാ പട്ടിണി എടുക്കുന്നവർക്കും ഇവിടെ വന്ന് കഞ്ഞി കുടിക്കാം. ഇവിടെ ഒരു സമയം ഉണ്ടായിരുന്നില്ല. കാലത്ത് കഞ്ഞി കുടിക്കാൻ വരുന്നവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അമ്പലങ്ങളിലുമാതിരി ഇത്ര മണി 10 മണി തൊട്ട് 8 മണി വരെ അങ്ങനെ ഒന്നുമില്ല. ഏത് സമയത്ത് വന്നാലും കഞ്ഞി കിട്ടും. രാത്രി ആരും കഞ്ഞിക്ക് ഇല്ലാതാവുമ്പോഴാണ് ഇവിടുത്തെ അമ്മാമ നാരായണി കഞ്ഞി കുടിച്ച് കെടുക്കുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോന്നിരുന്നതിന് വരുമാനമായിട്ട് ഈ ഭോജരാജൻ്റെ കാലത്താണത്, ശങ്കരൻ്റെ കാലത്തല്ല, ഭോജരാജൻ്റെ കാലത്താണ്. ഭോജരാജൻ അപ്പോൾ ഇതിനുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ദ്വീപിലെ തെങ്ങുകളാണ് ഭോജരാജൻ്റെ വരുമാനം. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി കൃഷിയിൽ നിന്ന് കിട്ടുന്ന നെല്ലൊക്കെ ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കല്ലേ. ഇത് മാത്രമാണ് കൊപ്പിരാക്കിയിട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി വിൽക്കുക കെട്ടുവെള്ളത്തിൽ. അപ്പോൾ ആ വരുമാനത്തിന്മേലാണ് ആ പ്രാവശ്യം ഈ ബാധിച്ചത് ഒരു തരം രോഗം, പുഴുവിൻ്റെ രോഗം ബാധിച്ച് തെങ്ങുകളുടെ എല്ലാം കൂമ്പ് മാത്രമായി. 5-6 മാസം കൊണ്ട് ഇതെല്ലാം പുഴുക്കൾ തിന്ന് കൂമ്പ് മാത്രമായി, ബാക്കിയെല്ലാം പോയി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഭോജരാജൻ ഈ ആളുകൾ മുഴുവൻ ഇങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വളരെ വിഷമിച്ചിട്ട് പറഞ്ഞു, തൻ്റെ വരുമാനം നിന്നാൽ ഈ ജനങ്ങൾക്ക് ഭോജരാജന് ഇതിന് അന്നദാനം എന്നല്ല പറഞ്ഞിരുന്നത്, ഈശ്വര പൂജ എന്നാണ് പറഞ്ഞിരുന്നത്. വൈശ്വാനരാണ്, ജഡരാജ്ഞിയാണ്, അതിനെയാണ് നമ്മൾ പൂജിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ അന്നദാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. ഒരു ഈശ്വര പൂജ എന്നാണ് പറഞ്ഞത്. ഈ ഭഗവാനെ പൂജിക്കാൻ ശങ്കരൻ ഭോജരാജൻ എല്ലാവരും ഈശ്വരാംശം തന്നെയായിട്ടേ കണ്ടിട്ടുള്ളൂ. ഭഗവാനെ പൂജിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നാരായണിക്ക് മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ഇതാണ് ചിന്ത. പറമ്പിലൊക്കെ നോക്കി വന്നിട്ടേ ഇരിക്കണത്. അപ്പോൾ ഭോജരാജനോട് നാരായണി പറഞ്ഞു, നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിനും നാണുസ്വാമി തന്നെ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭോജരാജൻ പറഞ്ഞു, എല്ലാത്തിനും ആ മഹാത്മാവിനെ ബുദ്ധിമുട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നാരായണി പറഞ്ഞു, നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയല്ല, അതുകൊണ്ട് സ്വാമിക്ക് ഒന്നും തോന്നില്ല, നിങ്ങൾ പോയി സ്വാമീനെ കണ്ടോളേ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഭോജരാജൻ കുറേ നേരം ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, നാരായണി പറഞ്ഞതിലും കാര്യമുണ്ട്, നമുക്ക് എന്നാൽ പോവാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അനവധി തവണ ആലോചിക്കുകയും ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭോജരാജൻ അപ്പം തന്നെ നടപ്പിലാക്കും. അങ്ങനെ ഭോജരാജൻ ഈ ഗുരുവിനെ കാണാനായിട്ട് പോയി. അപ്പോൾ ഗുരു അകലെന്ന് നടന്നു വരുന്നുണ്ടപ്പോൾ തന്നെ ഗുരു പറഞ്ഞു, ഭോജരാജൻ അവിടെ ഉള്ളവർക്കൊരു ഉപകാരിയാണ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭോജരാജൻ പറഞ്ഞു, എൻ്റെ അച്ഛനായിട്ട് അങ്ങനെ ചെയ്തിരുന്നു, ഇനി എൻ്റെ ശിഷ്ടകാലം അതേമാതിരി ചെയ്യുന്നുണ്ട്. ഇപ്പം അതിനൊക്കെ അവിടെയുള്ള തെങ്ങുകളിലൊക്കെ നശിച്ചു തുടങ്ങി സ്വാമി, ഒരു തരം പുഴുവിൻ്റെ ഉപദ്രവവും കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭോജരാജനോട് പറഞ്ഞു, ഭോജരാജൻ ഇന്ന് ഇവിടെ വിശ്രമിച്ചോളൂ, നാളെ നമുക്ക് അങ്ങോട്ട് പുറപ്പെടാമെന്നു. അങ്ങനെ അന്ന് അവിടെ കൂടി. പിറ്റേ ദിവസം കൊണ്ടുപോയ വഞ്ചി ഭോജരാജൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു വെള്ള വസ്ത്രമൊക്കെ അതിൽ നടുപ്പടിയുമ്മൽ തിരിച്ചതിന് ശേഷം ഭോജരാജൻ ആ കടവത്ത് തന്നെ കാത്തിരുന്നു. ഒരു സമയമായപ്പോൾ ഗുരു വന്നു. നേരെ ഭോജരാജൻ്റെ വഞ്ചിയിൽ കൊണ്ടുപോയ വള്ളത്തിൽ കയറി. ഭോജരാജൻ പുറത്ത് തന്നെ നിൽക്കായിരുന്നു. ഭോജരാജനോട് കയറി ഗുരുവിന് എതിർവശത്തുള്ള പടിയുമ്മലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ പാദം നമസ്കരിച്ച് ഭോജരാജൻ ആ വള്ളത്തിൽ കയറിയിരുന്നു. അതിനുശേഷം ഭോജരാജൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകായിരുന്നു. കാരണം അത് പിന്നീട് അത് പറഞ്ഞത് ഭോജരാജൻ ഇപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം അപ്പോൾ വെള്ളം വലിച്ചിരുന്നവർ പറഞ്ഞു, മുത്തപ്പൻ എന്നാ ഭോജരാജൻ എന്ന ആളുകൾ വിളിച്ചിരുന്നു. മുത്തപ്പൻ എന്തിനാ കണ്ണിൽ നിന്ന് വെള്ളം വന്നിരുന്ന ഗുരുവിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ എതിർവശത്ത് ഇരുന്നിരുന്നപ്പോൾ അപ്പോൾ മുത്തപ്പൻ ഭോജരാജൻ പറയുന്നു, അത് സാക്ഷാൽ പരബ്രഹ്മമാണ്. അതിൻ്റെ ആ പരബ്രഹ്മത്തിൻ്റെ ആ പരിസരത്ത് അവരുടെ ആജ്ഞ അനുസരിച്ച് ഇരുന്നാൽ എൻ്റെ സർവ്വ പാപങ്ങളും നശിക്കും, എനിക്കിനി പാപങ്ങളില്ല എന്ന് പറഞ്ഞ് എനിക്കിനി മോക്ഷത്തിന് തുല്യമാണ് അത്. ആ സന്തോഷം കൊണ്ട് കരഞ്ഞിടാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് സ്വാമി ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം വഞ്ചി ഇറങ്ങി. അപ്പം ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു നല്ല വെയിലുള്ള സമയമായിരുന്നു. ആ സമയത്താണ് ഗുരു ഇവിടെ വന്നത്, മുറ്റത്തെത്തിയത്. ഇവിടെ എത്തി നോക്കിയപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു തരം 1 ഇഞ്ച് നീളമുള്ള പുഴു, കറുത്ത പുഴു, അത് സർവ്വ ചെടികളിലും വന്ന് തെങ്ങിലും വന്ന് ഇങ്ങനെ നശിപ്പിച്ച് ഏകദേശം ഈ പറഞ്ഞ ഭോജരാജൻ പറഞ്ഞ മാതിരി കൂമ്പ് മാത്രമായി, ബാക്കിയൊക്കെ പോയി. വീടുമ്പല അടക്കണ്ട് ഈ പുഴു. അപ്പം ഗുരു ആ വെയിലത്ത് കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ കൈ മേൽപോട്ട് അല്പം ഉയർത്തിയതിന് ശേഷം, ആകാശത്തേക്ക് ഉയർത്തിയതിന് ശേഷം ഒരു 3 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഒക്കെ പൊക്കോളോ കേട്ടോ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞതായിട്ട് നമ്മുടെ അറിവിലുള്ളൂ. അതിനുശേഷം ഗുരു കൈ താഴ്ത്തിട്ടപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയമല്ലായിരുന്നത്. പെട്ടെന്ന് ഒരു മേഘം വന്ന് മൂടിയ മാതിരി ഇങ്ങനെ തണലിങ്ങനെ നിലത്ത് ഇങ്ങനെ വിരിയാൻ തുടങ്ങി, പരക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ എന്താ അത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റം പ്രകൃതിയിൽ എന്ന് വിചാരിച്ച് മേപ്പെട്ട് നോക്കിയപ്പോൾ എന്താ കാണുന്നത്, സൂര്യനെ മറയ്ക്കുന്ന അത്ര കനത്തിൽ മേഘത്തിൻ്റെ അതേ വലുപ്പത്തിൽ ഉള്ളൊരു കൂട്ടം പക്ഷികളാണ്, കോടാനുകോടി ചെറിയ പക്ഷികളുടെ ഒരു കൂട്ടമാണ് ഈ വരുന്നത്. അതിൻ്റെ നിഴലാണ് ഈ ഭൂമിയിൽ കണ്ടിരുന്നത്. അത് വന്നതിന് ശേഷം ഇവിടെ വന്ന് ആ മുകളിൽ ആ അന്തരീക്ഷത്തിൽ വന്നതിന് ശേഷം എല്ലാം ചിന്നിച്ചിതറി പറന്ന് ഈ ദ്വീപിലുള്ള സർവ്വ എവിടെയൊക്കെ പുഴുണ്ടോ അവിടെയെല്ലാം ഇവറ്റ പറന്ന് വന്ന്
എല്ലാം കൊത്തി തിന്നു. വളരെ ചെറിയ പക്ഷികളാണത്രേ. ഒരു ഇന്നത്തെ അതിൻ്റെ ഉദാഹരണം ഞങ്ങളോടൊക്കെ പഴയ കാരണന്മാർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളാരും കണ്ടവരില്ലല്ലോ. പണ്ടത്തെ ഇവിടുത്തെ പണിക്കാരൊക്കെ പറഞ്ഞു കേട്ടുള്ളത്. ഞങ്ങൾ ചോദിക്കും നാണുസ്വാമി ഉണ്ടാക്കിയ പക്ഷി ഏതാന്ന്, എങ്ങനത്തെയെന്ന്. അപ്പോൾ ചോദിക്കും ഈ പുഴയോരത്തൊക്കെ കൂത്തുണിക്കാന്ന് പറഞ്ഞിട്ടൊരു പക്ഷി ഇരിക്കുന്നു. അത് വളരെ ചെറുതാണ്, കൊക്ക് ഇത്തിരി നീണ്ടിട്ട് കാലും 2 ചെറിയ വാലും ഉണ്ടാവുള്ളൂ. ഇവറ്റേറെ ഒരു രൂപമായിരുന്നു അന്ന് ഗുരു സൃഷ്ടിച്ചത്. ഇതെല്ലാം ഈ തെങ്ങുമെന്ന് ഈ പുഴുക്കളെല്ലാം കൊത്തി തിന്ന് ഇവറ്റ പറന്നു പോവുകയും ചെയ്തു. 1/2 മണിക്കൂറിനുള്ളിൽ ഈ സർവ്വ പുഴുക്കളും അപ്രത്യക്ഷമായി. അതിന് ശേഷം പിന്നെ യാതൊരു തരത്തിലുള്ള പുഴുവിന് കണി കാണാൻ പോലും കിട്ടിയിരുന്നില്ല. സാമ്പിളിന് പോലും ഒരു പുഴു ഉണ്ടായിരുന്നില്ല. അത് മുഴുവൻ നാമാശേഷമായി. പക്ഷികൾ തിന്ന് ഭക്ഷിച്ചു പോയി ആയിരുന്നില്ല. അതിനുശേഷം പിന്നെ 5-6 മാസം കഴിഞ്ഞപ്പോൾ തെങ്ങെല്ലാം പൂർവാധികം ഈ അതിൻ്റെ കൂമ്പുകളൊക്കെ ശരിക്ക് വന്നു. നല്ല കായ്ഫലമുള്ള തെങ്ങുകളായി. അനവധി കാലം പിന്നെ ആ കായ്ഫലം നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടുന്ന രീതിയിലുള്ള കായായിരുന്നു കായ്ച്ചിരുന്നത്. പിന്നീട് നല്ലോണം വളവും ചെയ്യും. അന്നത്തെ കാലത്ത് വളത്തിനൊന്നും ഒരു പ്രയാസമില്ല. പുഴയിൽ നിന്ന് ചെളി കൊണ്ടിടേ വേണ്ടുള്ളൂ, എല്ലാം നന്നായി കായ്ക്കും. ചെളി കല്ലുമ്പോൾ കായ് സാധനങ്ങൾ കൊണ്ടിടുമ്പോൾ നന്നായി കായ്ക്കും. വേറെ ഇന്നത്തെ മാതിരി ഇംഗ്ലീഷ് വളമൊന്നുമില്ല. പക്ഷേ ഭയങ്കര കായായിരുന്നു. അത് വളരെ പ്രസിദ്ധമായിരുന്നു. അതങ്ങനെ അനവധി വർഷം അങ്ങനെ തന്നെ നിന്നിരുന്നു. അപ്പോൾ അതോടുകൂടി ആ സംഭവത്തിനും വിരാമമായി. അങ്ങനെ ഒരു 2 പ്രാവശ്യം ഇതിനെ നമ്മളുടെ ഈ ഭവനത്തിലെ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. എല്ലാം നന്നായി വന്നു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഈ ശങ്കരൻ്റെ അനുഷ്ഠാനങ്ങൾ പിന്നെ 3ാമത് പ്രാവശ്യം വന്നത്, 3ാമത് പ്രാവശ്യം വരുമ്പോഴേക്കും ബോധാൻ സ്വാമിയുടെ അനുജൻ ഇവിടുന്ന് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരുന്നു. അതിലൊരു കുട്ടിയൊക്കെ ഇന്ന കല്യാണി, അതിനൊക്കെ പേരിട്ടിട്ടാണ് ഗുരു പോകണത്. അത് കഴിഞ്ഞതിന് ശേഷം പോകുമ്പോൾ പറഞ്ഞു, ആളുകൾ ഇങ്ങനെ ഗുരു വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ അവലാദികളും അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞു വരും. ഗുരു വന്നിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ ആളുകൾ ചുറ്റും കൂടും. അവരുടെ പ്രയാസങ്ങളൊക്കെ ഗുരു തീർത്തിരുന്നു. അവസാനം വന്ന് പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗുരു പറഞ്ഞു, അത് 26 പറഞ്ഞു, ആ കൈ ഉയർത്തിയിട്ട് ആ കോടിക്കൽ നിന്നിട്ട് കിഴക്ക് തെക്കേ കോടിക്കൽ നിന്നിട്ട് ഗുരു പറഞ്ഞു, പാകത്തെ വീട് ശുഭകാര്യങ്ങൾക്ക് ഇവിടം കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അത് പറഞ്ഞതിന് ശേഷം പിന്നെ കൈ ഇങ്ങനെ കാണിച്ച് ആ വീടിൻ്റെ നേർക്ക്, ഗുരു ഉപയോഗിച്ചിരുന്ന മുറിയുടെ നേർക്കാണ് അത് കാണിച്ചത്. അത് അപ്പോഴേക്കും ഗുരു ആദ്യം മുതലേ വന്ന കാലം തൊട്ട് തന്നെ 10 കൊല്ലം മുന്നേ വന്നിട്ടുണ്ടല്ലോ, അതിലും ആ കാലം തൊട്ടേ തന്നെ അവിടെ ശങ്കരൻ്റെ അനുഷ്ഠാനങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ശങ്കരൻ്റെ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ശങ്കരൻ അവർ പൂർവികമായിട്ട് വടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ കളരിപ്പായിട്ടും വൈദ്യമായിരുന്നു ഇവരുടെ ചികിത്സ, അവരുടെ ജീവിതമാർഗ്ഗം അതൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് പോകുന്നവരാണ്. അപ്പോൾ അവരുടെ കളരിപ്പയറ്റിൻ്റെ ദേവതയെ കളൂരികാദേവിനെയാണ് അവർ ആരാധിച്ചിരുന്നത് മുഖ്യ ദേവതയായിട്ട്. മറ്റ് ഉപദേവതകൾ സുബ്രഹ്മണ്യൻ, വിഷ്ണു, ശിവൻ, പാർവതി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഗുരുവിനെ പ്രത്യക്ഷത്തിൽ ശങ്കരൻ ഈ കടലിനെ ശാന്തമാക്കുന്നു. ഗുരുവിൻ്റെ ആ പ്രപഞ്ചലയന സമയത്ത് ആ ഭാവവ്യത്യാസത്തിൽ ശങ്കരൻ ശരിക്കും ഭഗവാന്റെ രൂപത്തിലാണ് ഗുരുവിനെ കണ്ടത്. അതിനുശേഷം പ്രത്യക്ഷത്തിൽ കണ്ട ഗുരുവിനെയാണ് പിന്നത്തെ ശങ്കരൻ്റെ ആരാധനയിൽ ആദ്യം പൂജിക്കുക ഗുരുവിനെ. അതിനുശേഷമാണ് ബാക്കി ദേവതകളെയൊക്കെ പൂജിക്കുക. ആ അനുഷ്ഠാനങ്ങൾ അപ്പോഴും ഈ ഗുരു അവസാനം വരുമ്പോൾ ഇത് തുടർന്നുകൊണ്ട് പോരുന്നുണ്ടായിരുന്നു, ഒരു മുടക്കമില്ലാതെ. അപ്പോൾ അതിനുശേഷം പിന്നെ ഗുരു പറഞ്ഞ് ശുഭകാര്യങ്ങൾക്ക് വിടാൻ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഇനി പിന്നെ ആളുകൾ പിന്നെ അതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അവരുടെ ശുഭകാര്യങ്ങൾക്കായിട്ട്. വേറെ തോൽപ്പിക്കാനായിട്ടുള്ളതിനൊന്നും പറഞ്ഞിട്ടില്ല. അത് റിവേഴ്സ് എഫക്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തുടർന്ന് പോരുകയാണ്. ഇപ്പോഴും ആ അനുഷ്ഠാനങ്ങൾ മുടക്കാതെ 4ാമത്തെ തലമുറയായി ഞാനും ചെയ്യുന്നുണ്ട്. ശങ്കരൻ്റെ തലമുറയിൽ തന്നെ ചെയ്യണം എന്നുള്ളവർ ആയതുകൊണ്ട് നമ്മൾ മറ്റാരെയും ഏൽപ്പിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ ചെയ്തു പോരണം ഇപ്പോഴും. അപ്പോൾ ഇവിടെ ആ അനുഷ്ഠാനങ്ങളൊക്കെ ഞങ്ങളുടെ ആ ജീവിത ക്രമത്തിൽ കാലത്ത് 4:30 എണീക്കണം. എന്നിട്ട് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന ആ മുറി ഇന്ന് ഞങ്ങൾ പൂജാമുറി ആയിരിക്കുന്നത് കൈ കൊണ്ടേ തുടയ്ക്കാൻ പറ്റുള്ളൂ, ചൂലോ മറ്റുള്ളതോ ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാലത്ത് തുടച്ച് ഹോമം ചെയ്യും. അതിനുശേഷം പൂക്കൾ വിരിയുന്ന കാത്തു നിൽക്കും. അപ്പോൾ ഹോമം പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒന്ന് ചെല്ലാൻ മണിക്കൂറുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പൂക്കൾ വിരിയുന്നത് നോക്കിയിരുന്ന് പൂക്കളൊക്കെ വിരിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള പുഷ്പാഞ്ജലിയും പ്രാർത്ഥനയും പൂജയും നടത്തും. ആ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 9:30 ആവും സ്വാമി മുറിയിലത്തെ പരിപാടികൾ കഴിയുമ്പോൾ. അതിന് ഏതൊരു കാരണവശാലും അതിന് മുടക്കം വരുത്താറില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആവണമെങ്കിൽ ഒരു 10-10:30 ആവും ഏകദേശം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ കഴിയുന്നതും ആ 10:30 ശേഷവും അതുമാതിരി വൈകിട്ട് ഒരു 3:30 ഇവിടെ വന്ന് അവർക്ക് പ്രാർത്ഥിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം പിന്നെ വൈകിട്ടും ഞങ്ങൾക്ക് ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടേ.
അപ്പോൾ അത് കാരണം അതിനും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എല്ലാതും. അപ്പോൾ വേറെ ആൾക്കൊണ്ടും ചെയ്യിക്കില്ലല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നവരും, മോനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത് കാരണം ആ സമയം ക്രമം പാലിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും. ആളുകൾ അല്ലെങ്കിൽ നിരാശരായിട്ട് കൊണ്ടുവരും, പോകണ്ട, അവർക്ക് എന്നാലും പ്രയാസമാണത്, ആരെയും കാണില്ലല്ലോ, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളായി നിൽക്കുമല്ലോ. അതുകൊണ്ട് ഇവിടെയുള്ള അനുഷ്ഠാനങ്ങൾ പ്രധാനമായിട്ടും ആളുകൾക്ക് വരാം, കാണാം, പ്രാർത്ഥിക്കാം, പോവാം, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊരു കാലത്ത് ഒരു 10:30-ക്ക് ശേഷം ഒരു ഉച്ചരിഞ്ഞൊരു 3:30-ക്കുള്ളിലായാൽ വളരെ നന്നായി. ആ ഒരു വിഷയം കൂടി ഞാൻ പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഗുരുവായൂർ റൂട്ടിൽ വാടാനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണിത് ശരിക്കും. അപ്പോൾ അവിടെ നിന്ന് വാടാനപ്പള്ളിയിൽ നിന്ന് കാറിനൊക്കെ വരുന്നവർക്ക് നേരെ വീട് വരെ എത്താനുള്ള വഴിയുണ്ട്. അത് വാടാനപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്ററും കൂടിയും പോയാൽ പൊക്കുളങ്ങര എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അതേ പേരിലൊരു പാലമുണ്ട്, പൊക്കുളങ്ങര പാലം. ആ പാലം ഇറങ്ങി ലെഫ്റ്റിലേക്ക് പോകുന്ന 1 കിലോമീറ്റർ പോകുന്ന ഈ വീട് കാണാം, ഇവിടെ എത്താം. ഇനി അതല്ല ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിൽ വാടാനപ്പള്ളിയിൽ നിന്ന് പൊക്കാഞ്ചേരിക്കുള്ള വല്ല ഓട്ടോറിക്ഷയോ ബസ്സോ കിട്ടും, അതിൽ പോരാം. പൊക്കാഞ്ചേരി പാലം ഇറങ്ങിയാൽ റൈറ്റിലേക്ക് വന്നാൽ ലെഫ്റ്റ് സൈഡിൽ 3ാമത്തെ വീടാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഗുരുവായൂർ ഭക്തർക്കായിട്ട് സമർപ്പിക്കുന്നു. ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവ, ശ്രീ ഗുരുനാഥ സദ്ഗുരുദേവ. പാണികൾ കൂപ്പിടുന്നേൻ ഗുരുവിനെ കണ്ടു മഹാമതികൾ, പാദത്തിൽ വീണിടുന്നേൻ ദേവനെ കണ്ടു മഹാജനങ്ങൾ. പാണികൾ കൂപ്പിടുന്നേൻ ഗുരുവിനെ കണ്ടു മഹാമതികൾ, പാദത്തിൽ വീണിടുന്നേൻ ദേവനെ കണ്ടു മഹാജനങ്ങൾ. പാണികൾ കൂപ്പിടുന്നേൻ പാദത്തിൽ വീണിടുന്നേൻ, പാതുകം ചുംബിക്കുന്നേൻ പാവന സ്നേഹമറിയുന്നേൻ. ആനന്ദ ജീവിതത്തിൻ അർത്ഥതലങ്ങൾ അറിഞ്ഞിടുന്നേൻ, ആനന്ദ ജീവിതത്തിൻ അർത്ഥതലങ്ങൾ അറിഞ്ഞിടുന്നേൻ. എന്നാത്മനായകനെ ശ്രീനാരായണ ഗുരുദേവ, എൻ ജീവദായകനെ ശ്രീനാരായണ ഗുരുദേവ.